ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് BTC ഏർണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്, ബിക്കോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിലൂടെ BTC ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ്നെറ്റ് പ്രോജക്റ്റിൻ്റെ തന്നെ മെയിനെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിവാർഡ് പ്രോഗ്രാമാണ്. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ഏറെക്കുറെ ആളുകളും ഈ ഒരു ടെസ്റ്റ്നെറ്റ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ബൊട്ടാണിക്സ് ടെസ്റ്റ്നെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ ബൊട്ടാണിക് ടെസ്റ്റ്നെറ്റിന് തന്നെ മെയിനെറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു 2100 ബിറ്റ്കോയിൻ വേൾഡ് റിവാർഡ് പ്രോഗ്രാം വരുന്നത്. സോ ഇത് മെയിനെറ്റുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മെയിനെറ്റ് ടോക്കൺസ് ആവശ്യമാണ്, അതായത് മെയിനെറ്റ് BTC ആവശ്യമായിട്ട് വരും. സോ വലിയ എമൗണ്ട് ഒന്നും വേണ്ട, പേടിക്കേണ്ട, ചെറിയൊരു എമൗണ്ട് മാത്രം മതി. ഏകദേശം $1 BTC ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നമ്മുടെ ടെസ്റ്റ്നെറ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഈ ഒരു മെയിനെറ്റ് പ്രോഗ്രാമിന്. അതിൻ്റെ എയർ ഡ്രോപ്പ് റിവാർഡിനെ കുറിച്ചൊന്നും ഇതുവരെ ഡിസ്ക്ലോസ് ഒന്നും അവർ ചെയ്തിട്ടില്ല. സോ അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെസ്റ്റ്നെറ്റുമായിട്ട് ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു മെയിനെറ്റ് പ്രോഗ്രാമിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂ യൂസേഴ്സിന് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ, യാതൊരു കുഴപ്പവുമില്ല. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് ബൊട്ടാണിക്സ് BTC ആവശ്യമാണ്. സോ നിങ്ങൾ അത് ഒന്ന് നിങ്ങളുടെ വാലറ്റിലൊന്ന് ലോഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഓൾറെഡി ടെസ്റ്റ്നെറ്റ് ചെയ്തവർക്ക് അവർ തന്നെ ഏകദേശം $1 മുതൽ $7 വരെയുള്ള വർത്തായിട്ടുള്ള BTC അവർ തന്നെ തരുന്നതായിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ വാലറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വാലറ്റിലേക്ക് കയറുക. വാലറ്റിൽ കയറുമ്പോൾ ഇതുപോലെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നെറ്റ്വർക്ക് കാണാം. അവിടെ ബൊട്ടാണിക്സ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ബൊട്ടാണിക്സ് മെയിൻ നെറ്റ്വർക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ വാലറ്റിൽ നിങ്ങൾക്ക് അപ്പം കാണാവുന്നതാണ് നിങ്ങളുടെ BTC എത്ര ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇനി പുതിയ ന്യൂ യൂസേഴ്സിനുള്ളവർ BTC ലോഡ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. സോ BTC ടു ബൊട്ടാണിക്സ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഓൾറെഡി BTC ഉണ്ടെങ്കിൽ ബൊട്ടാണിക്സ് BTCയിലേക്ക് നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് ബൊട്ടാണിക്സിൻ്റെ നേറ്റീവ് ബ്രിഡ്ജ് ഉണ്ട്. സോ അതിൻ്റെ സൈഡിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറുക. ലിങ്കിൽ കയറിയതിന് ശേഷം നിങ്ങളിവിടെ ആദ്യം നിങ്ങളുടെ വാലറ്റ് OKX വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യണം. ദെൻ നിങ്ങൾ വാലറ്റ് അഡ്രസ്സ്, അതായത് നമ്മുടെ കോപ്പി ഡിപ്പോസിറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ആയിട്ട് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്യുക. ദെൻ നിങ്ങൾ ഏത് വാലറ്റിലാണോ നിങ്ങളുടെ BTC കിടക്കുന്നത് അവിടെ ചെന്നിട്ട് നിങ്ങൾ ഈ ഒരു അഡ്രസ്സ് കൊടുത്തുകൊണ്ട് നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് ആൻഡ് ഗ്യാസ് ഫീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് അവിടെ ക്ലെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. സോ നിങ്ങളവിടെ ക്ലെയിം ചെയ്യുക. ക്ലെയിം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് BTC ബ്രിഡ്ജായിട്ട് ബൊട്ടാണിക്സ് BTC ആയി മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ബ്രിഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ഡോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് കയറി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുക. ഓക്കെ, ഞങ്ങൾക്ക് BTC ഇല്ലല്ലോ, പിന്നെ എങ്ങനെ BTC നിന്ന് ബൊട്ടാണിക്സ് BTCയിലേക്ക് കൺവേർട്ട് ചെയ്യും എന്ന് ചോദിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് BTC അല്ലാതെ വേറെ ഏതെങ്കിലും മെയിനെറ്റ് കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മെയിനെറ്റ് ടോക്കൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബേസിലോ ബിനാൻസ് സ്മാർട്ട് ചെയിനിലോ ഒക്കെ നിങ്ങൾക്ക് USDC ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൊട്ടാണിക്സിൻ്റെ മെയിനെറ്റിലേക്ക് നിങ്ങൾക്ക് അത് സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർഗേറ്റ് ഫിനാൻസിൽ പോയാൽ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്കഷൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർഗേറ്റ് ഫിനാൻസിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് ബ്രിഡ്ജ് ചെയ്യുക. ദെൻ ആ കോയിൻ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ബൊട്ടാണിക്സ് മെയിനെറ്റിൽ കിടക്കുന്നത് സ്വാപ്പ് ചെയ്ത് BTC ആക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആക് ഫിനാൻസിൻ്റെ സൈറ്റിലൂടെ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൂടെ നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് BTC ഏൺ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് നമുക്ക് 2100 ബിറ്റ്കോയിൻ വേൾഡ് സൈറ്റിലേക്ക് കയറാം. അപ്പം ആദ്യം തന്നെ നിങ്ങളിവിടെ ആസ് യൂഷ്വൽ വാലറ്റ് കണക്ട് ചെയ്യണം. സോ നിങ്ങൾ OKX വാലറ്റ് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വാലറ്റ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ബിൽഡിങ്സ് കാണാം. ലൈക്ക് ഒരു ഏരിയ പോലെയാണ് ഇവിടെ കാണുന്നത്. അതായത് 2100
ഇപ്പോൾ 2025 2100 ക്രിപ്റ്റോ വേൾഡ് എങ്ങനെയായിരിക്കും എന്നൊരു തീമിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സോ ബിൽഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറേ ബിൽഡിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സിറ്റാഡൽ, ബൊട്ടാണിക് സ്കൂൾ, ലൈബ്രറി, ഇങ്ങനെ കുറേ ബിൽഡിങ്സ് ഇവിടെ ഉണ്ട്. ഇതിൽ കുറേയൊക്കെ ഓപ്പൺ ആണ്, കുറച്ചൊക്കെ കമ്മിങ് സൂൺ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ETHൻ്റെ സിമ്പിൾ വെച്ചിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ, മേ ബി ഇതായിരിക്കും ഭാവിയിൽ ബൊട്ടാണിക്സിൻ്റെ കീഴിൽ മറ്റ് പ്രോജക്റ്റുകളുടെ എയർ ഡ്രോപ്പുകൾ തരാനായിട്ട് പോകുന്നത്. ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ട്യൂട്ടോറിയലിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ കണ്ടായിരുന്നു. ഇതിലവർ ക്വസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് കിട്ടുന്നതായിട്ടാണ് അവരതിൽ പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ മേ ബി ഫ്യൂച്ചറിൽ ഇതൊക്കെ വരാം. ഓക്കെ, അപ്പം ലൈവ് ആകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളിലേക്ക് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇതൊന്നും ആരും ഓർത്ത് പേടിക്കണ്ട. പിന്നെ വേറെ ചില ബിൽഡിങ്സ് ഒക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വിസിറ്റ് സേക്സ് BTC എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ ട്വിറ്ററിലേക്കായിരിക്കും പോവുക. അതേപോലെ തന്നെ സതോഷി ഹെഡ് പ്ലേ നൗ എന്നും പറഞ്ഞിട്ട് കാണാം. ഇതൊരു ഗെയിമാണ്. ഇവിടെ നിങ്ങൾക്ക് NFT മിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഏകദേശം $5 കൂടുതൽ ചിലവ് വരും ആ ഒരു NFT നിങ്ങൾക്ക് മിൻറ്റ് ചെയ്യാനായിട്ട്. സോ ഇതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഹാർഡ്വെയർ വാലറ്റ് സ്റ്റോർ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. റിയൽ ബെഡ് ഫുഡ് FC കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ കുറേ ബിൽഡിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്, അതായത് BTC നമുക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നത് സിറ്റാഡലിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിറ്റാഡൽ എടുക്കാം. ഇപ്പോൾ സിറ്റാഡൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് BTC ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് മൈനിങ്ങിൻ്റെ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മൈനിങ് കണ്ടോ. അപ്പോൾ ഈ ഒരു മൈനിങ്ങിൻ്റെ സിമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ NFT മിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ NFT മിൻറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഫീയുടെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് ഒരു കോഡ് കൊടുത്താൽ മാത്രം മതി. ആ കോഡ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കോഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ കോഡ് എപ്പോഴും യുണീക്കാണ്, ഒരാൾക്ക് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും കോഡ് യൂസ് ചെയ്യുമ്പോൾ എക്സ്പേർട്ട് ആയ പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കാതെയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ കോഡ് തരാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ കോഡ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനലിൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾ ആ ഒരു കോഡ് കോപ്പി ചെയ്യുക. ദെൻ നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. ദെൻ ഇവിടെ മിൻറ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനും കാണാം, അതോടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത്? ആദ്യം നമുക്ക് സാറ്റ്സ് മൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഡെയിലി നമുക്ക് സാറ്റ്സ് മൈൻ ചെയ്യാനായിട്ട് സാധിക്കും. 20 സാറ്റ് വീതം വെച്ചായിരിക്കും അവർ തരുന്നത്. അപ്പം ഡെയിലി സ്ട്രീക്കിനനുസരിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്ലയർ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അതായത് 0.5x ആയിരിക്കും നിങ്ങൾക്ക് പിന്നീട് പ്ലസ് ആയി വരിക. അപ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ സാറ്റ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഈ 20 കൂടാതെ 0.5x നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ നിങ്ങൾ മാക്സിമം സാറ്റ്സ് കളക്ട് ചെയ്യുക. കാരണം ഈ ഒരു സാറ്റ്സ് ആണ് നമുക്ക് BTC ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇനി വരുന്നത് പ്രെഡിക്റ്റ് ദ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. സോ ഇവിടെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ബിറ്റ് കോയിനിന് ഓരോ മിനിറ്റും പുതിയ ബ്ലോക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുള്ളത്. സോ ആ ഒരു ബ്ലോക്കിൻ്റെ ഹാഷ് നമ്പറിൻ്റെ അവസാനത്തെ ഒരു 6 ക്യാരക്ടർ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് സാറ്റ്സ് റിവാർഡായിട്ട് ലഭിക്കും. ഓക്കെ, അതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇത് തികച്ചും ലക്ക് ബേസ്ഡ് ഗെയിമാണ്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം നമുക്ക് ആ ഒരു ഹാഷ് നമ്പർ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമെന്ന് യാതൊരു മാർഗ്ഗവും ഇല്ല. സോ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഊഹാപോഹത്തിൽ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ 6 ക്യാരക്ടർ കൊടുക്കണം. ഈ 6 ക്യാരക്ടറിൽ ഒരു ക്യാരക്ടർ ശരിയായാൽ പോലും നിങ്ങൾക്ക് ഇവിടെ റിവാർഡുണ്ട്. ഇനി 6 ക്യാരക്ടറും ശരിയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജാക്ക് പോട്ടാണ് ലഭിക്കുന്നത്. അതായത് ജാക്ക് പോട്ട് എന്ന് പറയുമ്പം മേ ബി നിങ്ങൾക്ക് ഒരു BTC ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സോ അത് നിങ്ങളുടെ ലക്കാണ്, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി 5 ക്യാരക്ടറാണ് ശരിയാവുന്നതെങ്കിൽ 1 മില്യൺ സാറ്റ് നിങ്ങൾക്ക് കിട്ടും. 1 മില്യൺ സാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം $1000 BTC വേർത്തായിട്ടുള്ള BTC ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക. ഇനി 4 ക്യാരക്ടറാണ് ശരിയാവുന്നതെങ്കിൽ 50,000 സാറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ ശരിയായാൽ പോലും നിങ്ങൾക്ക് 100 സാറ്റ് അവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്ര സാറ്റ് ലഭിച്ചാലും നിങ്ങൾക്കത് കൺവേർട്ട് ചെയ്തിട്ട് BTC ആയിട്ട് നിങ്ങൾക്ക് മാറ്റി എടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇനി ഒരു കീയുടെ സിമ്പിൾ കാണാം.
ഫൈൻ സതോഷി കീ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ അവർ ഡെയിലി കുറച്ച് ക്ലൂസ് തരും. ഈ ഒരു ക്ലൂ വെച്ചിട്ട് നിങ്ങൾ ഇവിടുത്തെ ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആൻസർ കറക്റ്റ് ആണെങ്കിൽ അവരൊരു പ്രൈവറ്റ് കീ തരും. ഈ ഒരു പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് 0.1 BTC വരെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കീ ആകാം. അപ്പോൾ 0.1 BTC എന്ന് പറയുമ്പം ഏകദേശം $10,000 സാറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറയുക എന്നുള്ളത് ഈ ഒരു ക്ലൂസ് വെച്ചിട്ട്. ബട്ട് എങ്കിലും സ്റ്റിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ലഭിക്കട്ടെ. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്, സിമ്പിളാണ്, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സാറ്റ്സ് നേടാൻ സാധിക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് ഇത്. നമ്മുടെ സ്പിന്നാണ്, മറ്റൊന്നുമല്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്പിന്നാണ്. സോ നമ്മൾ ആദ്യം ഒരു കോഡ് കൊടുത്തിട്ടാണ് ഈ കയറിയത്. ആ ഒരു കോഡ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ 100 സ്പിൻ നിങ്ങൾക്കിവിടെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ നിങ്ങൾ ആ ഒരു കോഡ് കൊടുത്ത് കയറുമ്പം ഉണ്ടാകുന്ന ഒരു ഗുണം ഇതും കൂടിയാണ്. 100 സ്പിന്ന് നിങ്ങൾക്കിവിടെ ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം സ്പിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിവാർഡ്സ് ലഭിക്കും. എന്തായാലും ഒന്നും കിട്ടാതിരിക്കില്ല. 0 എന്ന് പറഞ്ഞൊരു എമൗണ്ട് അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒന്നും കിട്ടാതിരിക്കില്ല. ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 മില്യൺ സാറ്റ് വരെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. സോ നിങ്ങൾ മാക്സിമം സ്പിൻ ചെയ്യുക. സോ അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയുള്ളത് കൺവേർട്ട് സാറ്റ്സ് ആണ്. അതായത് നമുക്ക് സാറ്റ്സ് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് BTCയിലേക്ക് നമുക്ക് ഇവിടെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കാര്യം, നമുക്ക് നമ്മുടെ കയ്യിലുള്ള 20 സാറ്റോ 30 സാറ്റോ അല്ലെങ്കിൽ 200 സാറ്റോ 300 സാറ്റോ ഒന്നും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. 1000 സാറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രാവശ്യം നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മിനിമം 1000 സാറ്റ്സ് എങ്കിലും വേണം നമുക്ക് BTCയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ഒരു അക്കൗണ്ടിൽ 1000 സാറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു. സോ ഞാനത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരികയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സാറ്റ്സ് 1000 ആയാൽ കൺവേർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് സാറ്റ്സ് കിട്ടും. അതായത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 5 കോഡ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഈ ഒരു 5 കോഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ കോഡ് വഴി അവരും കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സാറ്റ്സ് ഫ്രീ ആയിട്ട് കുറേ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കോഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുത്തിരുന്നാൽ മതി. സോ അതുവഴി കയറുന്ന ആർക്കെങ്കിലുമൊക്കെ കോഡ് കിട്ടാത്തവരൊക്കെ ഉണ്ടല്ലോ, അവരാരെങ്കിലും അതുവഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. നിങ്ങൾ മാക്സിമം സാറ്റ്സ് ഏൺ ചെയ്യുക. BTCയുടെയൊക്കെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾ മാക്സിമം സാറ്റ് ഏൺ ചെയ്യുക. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾ BTC ഏൺ ചെയ്ത് എടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലൂടെ കിട്ടുന്ന റിവാർഡ്സിൽ നല്ല റിവാർഡ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്കും അത് ചെയ്യാനായിട്ടുള്ളൊരു പ്രോത്സാഹനമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 മില്യൺ സാറ്റ്സ് ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കാണുമ്പോൾ ഓക്കെ നമുക്കും ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, സ്പിൻ ചെയ്യുമ്പോൾ നമുക്കും കിട്ടുമല്ലോ എന്ന് ചോദിച്ചാൽ അവരും ട്രൈ ചെയ്യും. സോ അത് മറ്റുള്ളവർക്കൊരു കോൺഫിഡൻസ് നൽകും. സോ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്കിന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. സോ നിങ്ങൾ മാക്സിമം ഇത് ചെയ്യാനായിട്ട് എല്ലാവരും തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം സാറ്റ്സ് ഏൺ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് നല്ല വീഡിയോ വരുന്നവരെ ബൈ ഗായ്സ്.